ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഞാൻ ആര്? ഞാൻ ആര്? കൊടൈക്കനാലിലെ സായി ശ്രുതിയിൽ വെച്ച് ഭഗവാൻ ബാബ വിദ്യാർത്ഥികളോടായി തിരക്കി. അതിനുശേഷം ഒരു മോതിരം സൃഷ്ടിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു, ഞാൻ ആരെന്ന് പറയുന്നയാൾക്ക് ഈ മോതിരം സമ്മാനം. സ്വാമി, അവിടുന്ന് ഈശ്വരൻ, ബ്രഹ്മം, പരമ്പൊരുൾ, സച്ചിദാനന്ദ സ്വരൂപൻ. ഇങ്ങനെ ഉത്തരങ്ങൾ ധാരാളം ഉണ്ടായി. ഭഗവാൻ അതെല്ലാം നിഷേധിച്ചു. കുട്ടികൾ ഉത്തരമില്ലാതെ കുഴങ്ങി. ഒടുവിൽ സ്വാമി തന്നെ ഉത്തരമരുളി, ഞാനാകുന്നു. സമസ്ത വേദാന്തസാരവും ഈ 2 വാക്കിലടക്കം. ഭഗവാൻ അവതാരകാലം മുഴുവനും വിശദീകരിച്ചത് ഒന്ന് മാത്രമായിരുന്നു: സ്വാമി ആരെന്നും നമ്മൾ ആരെന്നും. അത് രണ്ടും ഒന്നു തന്നെയാണെന്നും അത് ഞാൻ തന്നെയാണെന്നും ഭഗവാൻ പഠിപ്പിച്ചു. വളരെ ലളിതമായി സുഗമമായ വഴികളിലൂടെ ആ പരമസത്യത്തിലേക്ക് ഭഗവാൻ ബാബ നമ്മെ കൈപിടിച്ചു നടത്തി. ഭഗവാൻ വിവരിച്ചു, 3 ഞാൻ കൂടുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾ കരുതുന്ന നിങ്ങൾ, മറ്റുള്ളവർ കരുതുന്ന നിങ്ങൾ, യഥാർത്ഥത്തിലുള്ള നിങ്ങൾ. നിങ്ങൾ സ്വയം പറയുകയാണെങ്കിൽ ഞാൻ കരുതുന്ന ഞാൻ, നിങ്ങൾ കരുതുന്ന ഞാൻ, യഥാർത്ഥത്തിലുള്ള ഞാൻ. ഈ 3 ഞാനിനെയും വിശകലനം ചെയ്തു നോക്കാം. കാരണം ഈ പ്രപഞ്ചം എനിക്ക് നിലനിൽക്കുന്നത് തന്നെ ഞാൻ ഉള്ളത് കൊണ്ടാണല്ലോ. ഞാനില്ലെങ്കിൽ പിന്നെ എന്താണ് ഉള്ളത്? യാതൊന്നുമില്ല. ജാഗ്രത്. ഞാൻ എന്ന് കരുതുന്ന ഞാൻ ആരാണ്? ഞാൻ നിലനിൽക്കുന്ന 3 അവസ്ഥകളുണ്ട്: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഉണർന്നിരിക്കുന്ന ഈ ഞാൻ കാണുന്ന അവസ്ഥയാണ് ജാഗ്രത് അവസ്ഥ. എൻ്റെ ശരീരത്തിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇതൊക്കെ കടന്നു പോകുന്നത് ഞാൻ കണ്ടു. ഈ മാറ്റമൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ മാറ്റമില്ലാതെ തുടരുന്നു. അതുകൊണ്ടാണല്ലോ എനിക്ക് മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാ മാറ്റങ്ങളും കണ്ടുകൊണ്ടിരുന്ന, മാറ്റമില്ലാതെ നിലനിന്ന ഈ ഞാൻ ആരാണ്? ആലോചിക്കുക. കേട്ടു പഠിച്ച ഒരു ഉത്തരം പറഞ്ഞ് തൃപ്തനാകരുത്. ജാഗ്രതയിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കൂ. ഞാനുണ്ട്, ശരീരമുണ്ട്, മനസ്സുണ്ട്. ഞാൻ തടിച്ചവൻ, മെലിഞ്ഞവൻ, കറുത്തവൻ, വെളുത്തവൻ, രോഗി, ബലവാൻ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെ ശരീരമായി ഗണിക്കുന്നു. ഞാൻ അപമാനിക്കപ്പെട്ടു, ആദരിക്കപ്പെട്ടു, എനിക്ക് വിഷമമായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ സ്വയം മനസ്സായി കരുതുന്നു. എനിക്ക് പിടികിട്ടിയിട്ടില്ല, ഞാൻ ബുദ്ധിമാനല്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ എന്നത് ബുദ്ധിയായി സ്വയം വിലയിരുത്തുന്നു. ഞാൻ ഡോക്ടർ, വക്കീൽ, അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ജോലിയുമായി താതാത്മ്യപ്പെടുത്തുന്നു. ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരം തന്നെ ഞാൻ കരുതുന്ന ഈ ഞാനാണ്. ഈ ജീവാഹന്തയാണ് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്നത്, ജീവിതം ദുരിതപൂർണമാക്കുന്നതും ഈ ജീവാഹന്ത തന്നെ. ഇതിനെ മെരുക്കാനും തളയ്ക്കാനുമാണ് 100 കണക്കിനുള്ള ആധ്യാത്മിക പാതകളും ഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരും ഉണ്ടായത്. അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഈ ഞാൻ ഇല്ലാത്തതാണെന്നും അറിയാനാകും. യഥാർത്ഥ ഉണ്മയില്ലാത്ത ഈ ഞാനാണ് നമ്മുടെ ശത്രുവും മിത്രവും. ഞാൻ എന്ന് പറയുന്നത് മനസ്സു തന്നെ. മനസ്സ് ഏതു വഴിക്ക് പോകുമോ അതിനെ ആശ്രയിച്ചിരിക്കുന്നു സുഖവും ദുഃഖവും. മനസ്സ് എന്നത് എന്താണ്? വാസനകളുടെ കൂട്ടം. മനസ്സും ശരീരവും ബുദ്ധിയും മാറ്റത്തിന് വിധേയം. 10 വർഷം മുമ്പുള്ള ശരീരമോ മനസ്സോ ബുദ്ധിയോ ഇന്നില്ല. അത് തിരിച്ചു വരാത്ത വിധം പോയി കഴിഞ്ഞു. ഇനി 10 വർഷം കഴിഞ്ഞാൽ മനസ്സും ബുദ്ധിയും ശരീരവും ഇങ്ങനെ ആയിരിക്കുകയുമില്ല. അപ്പോൾ ഇവ 3 ശരീരം, മനസ്സ്, ബുദ്ധി അസ്ഥിരം, അനിത്യം. അതുകൊണ്ട് തന്നെ അത് സത്യമല്ല. ഇത് 3 ഞാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മാത്രം. അവ ഞാനല്ല, എൻ്റേതാണ്. എൻ്റെ ഉടുപ്പ്, പേന, വാഹനം തുടങ്ങിയവ പോലെ ഞാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഇതെല്ലാം ഉപയോഗിക്കുന്ന ഞാൻ ആര്? മനനം ചെയ്യൂ. സ്വപ്നാവസ്ഥ. ഞാൻ നിലനിൽക്കുന്ന മറ്റൊരു അവസ്ഥയാണ് സ്വപ്നം. ഞാൻ പ്രശാന്തി നിലയം സ്വപ്നം കാണുന്നു. അവിടെ ഭഗവാനെയും ഭക്തജനങ്ങളെയും എന്നെയും കാണുന്നു. സ്വപ്നത്തിൽ ഞാൻ പ്രശാന്തി നിലയത്തിൽ പോയില്ല. പ്രശാന്തി നിലയം എന്നുള്ളിൽ ഞാൻ സൃഷ്ടിച്ചതാണ്. എന്ത് വസ്തുക്കൾ കൊണ്ട് ഞാൻ പ്രശാന്തി നിലയം സൃഷ്ടിച്ചു? ഞാനല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ലാത്തതിനാൽ എന്നെ കൊണ്ട് ഞാൻ തന്നെ. സ്വപ്നത്തിൽ ഞാൻ കണ്ടതെല്ലാം സൃഷ്ടിച്ചു. അതല്ലേ ശരി? സ്വപ്നത്തിലെ പ്രശാന്തി നിലയം ഞാനായിരുന്നു. അപ്പോൾ
അവിടെ കണ്ട സ്ത്രീയും പുരുഷനും ബാലികാബാലന്മാരും വൃദ്ധനും വൃദ്ധയും അവരുടെ വസ്ത്രങ്ങളും വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും ഭഗവാനും ഞാൻ തന്നെയായിരുന്നു. ഭഗവാൻ ധരിച്ച അങ്കിയും ആ അങ്കിയുടെ നിറവും ഞാൻ തന്നെയായിരുന്നു. ഇതെല്ലാം സൃഷ്ടിച്ച് അത് കണ്ടുകൊണ്ടിരുന്നതും ഞാൻ തന്നെ. ഇതൊക്കെ കാണാനുള്ള പ്രകാശവും ഞാൻ തന്നെയായിരുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അതെല്ലാം എന്നിൽ തന്നെ ലയിച്ചു. സ്വപ്നത്തിൽ ഈ മഹത്തായ സൃഷ്ടി നടത്തിയത് ആര്? ഉത്തരം, ഞാൻ. ആരാണ് ഈ ഞാൻ? ആലോചിക്കുക. പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം വെളിവാക്കുന്ന സൂത്രമാണ് സ്വപ്നം. ഏകോഹം ബഹുസ്യാം, ഒന്നായ ഞാൻ പലതാകട്ടെ എന്ന ഈശ്വരേച്ഛയാണ് ഈ പ്രപഞ്ചമായി വിരിഞ്ഞത്. സ്വപ്നത്തിലും അതുതന്നെയല്ലേ സംഭവിച്ചത്? ശ്വേതാശ്വരോപനിഷത്ത് പറയുന്നു, വൃദ്ധനും കുമാരിയും രോഗിയും വടിയൂന്നി നടക്കുന്നതും നീ തന്നെ. ശ്രീമദ് ഭാഗവതം വത്സസ്തയത്തിൽ ഇത് മനോഹരമായി വിവരിക്കുന്നു. മായാധിനാഥനായ ഭഗവാനെ മായയിൽ കൊടുക്കാൻ ശ്രമിച്ച ബ്രഹ്മദേവന് പറ്റിയ അബദ്ധം. ഭഗവാന്റെ ചങ്ങാതികളെയും പൈക്കളെയും ബ്രഹ്മാവ് മായ കൊണ്ട് മറച്ചപ്പോൾ ഭഗവാൻ തന്നെ അതെല്ലാമായി തീർന്നു. കന്നും കിടാക്കളും കൂട്ടുകാരും ഭഗവാൻ തന്നെയായി. അതാണ് നമ്മുടെ സ്വപ്നത്തിൽ സംഭവിച്ചത്. ഞാൻ തന്നെ പലതായി മാറി. ഞാൻ തന്നെ അതിൽ നിന്നൊക്കെ മാറി നിന്ന് സ്വപ്ന ദൃശ്യങ്ങൾ അനുഭവിച്ചു. പക്ഷേ സ്വപ്നത്തിലെ സൃഷ്ടിയിൽ നമ്മുടെ വാസനയുടെ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് മാത്രം. സുഖദുഃഖാനുഭവങ്ങൾക്ക് ശരീരം, ഇന്ദ്രിയങ്ങൾ എന്നിവ ആവശ്യമില്ലെന്ന് സ്വപ്നം തെളിയിക്കുന്നു. സ്വപ്നത്തിലെ ജാഗ്രതയിലെ ശരീരമില്ല, അവിടെ മനസ്സും ഞാനും ഉണ്ട്. മൂന്നാമത്തെ അവസ്ഥയാണ് സുഷുപ്തി, അതായത് ഗാഠനിദ്ര. സുഷുപ്തിയിൽ നിന്ന് ഉണർന്നവൻ പറയുന്ന രണ്ട് വാക്കുകൾ ഇതാണ്: സുഖമായിരുന്നു, അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞില്ല. സുഖമായി ഉറങ്ങി എന്നത് അനുഭൂതിയുടെ വാക്കുകൾ, ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ബുദ്ധി. സുഖമായി ഉറങ്ങിയതും ഒന്നും അറിഞ്ഞില്ലെന്ന് അറിഞ്ഞതും ആര്? സുഷുപ്തിയിൽ ആരാണ് സുഖം അനുഭവിച്ചത്? സുഖം അനുഭവിച്ചത് ഏതിലൂടെയാണ്? സുഷുപ്തിയിൽ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഇല്ലായിരുന്നു. സുഖം അനുഭവിക്കാനായി ഒരു ഉപകരണവും അവിടെ പ്രവർത്തിച്ചില്ല. എന്നിട്ടും താരതമ്യം ചെയ്യാനാകാത്ത അമൃതാനന്ദം നാം അനുഭവിക്കുകയും ചെയ്തു. വിചാരം ചെയ്യുമ്പോൾ വെളിപ്പെടും, ആരും അവിടെ സുഖം അനുഭവിച്ചില്ല. ഞാൻ തന്നെ സുഖസ്വരൂപമായിരുന്നു. സുഷുപ്തിയിൽ എന്താണുള്ളത്? സുഷുപ്തിയിൽ ശരീരവും മനസ്സും ഇല്ല, ഞാൻ മാത്രമേയുള്ളൂ. ആരാണ് സുഷുപ്തിയിലെ ഞാൻ? ആലോചിക്കുക. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയിൽ പൊതുവെയുള്ള ഒരേയൊരു ഘടകം ഞാനാണ്. ഈ ഞാനാണ് യഥാർത്ഥ ഞാൻ. ശ്രുതിയുടെ ഭാഷയിൽ ജാഗ്രത് സ്വപ്ന തീരങ്ങളിൽ ഇടയ്ക്കിടെ തലപൊക്കുന്ന അഹം എന്ന മഹാമത്സ്യം. ഇത് സുഷുപ്തിയാകുന്ന ജലധിയിൽ ആണ്ടുകിടക്കുകയാണ്. ഇടയ്ക്കിടെ തന്റെ സാന്നിധ്യം അറിയിക്കുന്നു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയിലൂടെ ഞാൻ എന്ന ബോധത്തിലൂടെ അഹം സ്ഫുരണം. സ്വപ്നത്തിൽ പാമ്പ് കടിയേറ്റ് വിഷം ബാധിച്ചാലുള്ള ചികിത്സ എന്ത്? സ്വപ്നം കാണുന്നവനെ വിളിച്ചുണർത്തുക. അത് മാത്രമാണ് ഫലപ്രദമായ ഒരേ ഒരു ചികിത്സ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ പാമ്പും പോയി, വിഷവും പോയി. അതുപോലെ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയിൽ നിന്നും നാം ഉണരണം. ജാഗ്രത് ഒരു നീണ്ട സ്വപ്നം. അവതാരം വരുന്നത് ഈ ദീർഘ സ്വപ്നത്തിൽ നിന്നും നമ്മെ തട്ടി ഉണർത്താനാണ്. ആ ഉണർത്തുപാട്ടുമായി ഭഗവാൻ ബാബ വന്നിരിക്കുന്നു. ബാബയുടെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അതാണ്. ഈ സത്യം മനസ്സിലാക്കാത്ത കാലത്തോളം യഥാർത്ഥ ആനന്ദം അനുഭവിക്കാനാവില്ല. നമ്മുടെ ദുഃഖങ്ങളും ശാശ്വതമായി പരിഹരിക്കപ്പെട്ടില്ല. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന് ശ്രുതി. ഉത്തിഷ്ഠത എന്നാൽ ഉണരുക. ജാഗ്രത് എന്ന സ്വപ്നത്തിൽ നിന്ന് ഉണരണം. പിന്നീട് ജാഗ്രത വേണം. വീണ്ടും ഈ ദിവാസ്വപ്നത്തിൽ കുടുങ്ങരുത്. ഉണർവിൽ ഉണർന്നിരിക്കണം. അതിനായി ശ്രേഷ്ഠരായവരുടെ സമീപം ചെല്ലുക. ഈ ദിവ്യജ്ഞാനം ബോധിക്കുക. സുഷുപ്തിയാണ് നമ്മുടെ യഥാർത്ഥ സത്തയുടെ പൊരുളിലേക്കുള്ള ചൂണ്ടുപലക. സുഷുപ്തിയിൽ ഞാൻ എന്തായിരുന്നു, എവിടെയായിരുന്നു എന്ന് സ്വയം ചോദിച്ച് ഉത്തരം തേടണം. ആ അന്വേഷണം ആത്മാനുഭൂതിയിലേക്ക് നയിക്കും. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തിയിൽ പൊതുവായ ഘടകം ഞാനാണെന്ന് കണ്ടുവല്ലോ. ഈ ഞാനിനെ എവിടെ തിരഞ്ഞാൽ കാണാനാകും? സ്വാമി ഉറങ്ങാറില്ല. ജോവലും ഡയാന ബാസ്കിനും തമ്മിൽ തർക്കം. സ്വാമിക്ക് ഉറക്കം ആവശ്യമുണ്ടോ? ഇതായിരുന്നു തർക്ക വിഷയം. ഡയാന ഉറപ്പായി പറഞ്ഞു, സ്വാമിക്ക് ഉറക്കം വേണ്ട. സ്വാമി ഉറങ്ങിയാൽ ലോകത്തിന്റെ അവസ്ഥ എന്താകും? ജോവൽ പറഞ്ഞു, സ്വാമിയുടെ ശരീരം മറ്റു ശരീരങ്ങൾ പോലെ തന്നെ, തീർച്ചയായും അതിനും വിശ്രമം വേണം.
പിറ്റേ ദിവസം ഭഗവാൻ ഗോവണി ഇറങ്ങി വരുമ്പോൾ അവരെ കണ്ടു. തിളങ്ങുന്ന മിഴികൾ അവരിൽ ഉറപ്പിച്ച് സ്വാമി പറഞ്ഞു, സ്വാമി ഉറങ്ങാറേയില്ല. ഓം തത്സത്.